ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സാമ്പാർ വെക്കാം. അതിനായിട്ട് സാമ്പാർ പരിപ്പ് കഴുകി വെള്ളം ഒഴിച്ച് അതിലോട്ട് ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ തക്കാളി, ക്യാരറ്റ്, പച്ചമുളക്, അമരിക്ക, കുമ്പളങ്ങ ഇത്രയുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് അവിടെ നിന്ന് ഒരു വിസിലിന് വേവിക്കാം. അപ്പോൾ അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഒരു വിസിൽ വരുന്നിടം വരെ വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലോട്ട് തുമരപ്പരിപ്പ്, ചുമന്ന അരി, ഉഴുന്ന്, കായം എന്നിവ നല്ലപോലെ വറുത്തെടുക്കാം. എന്നിട്ട് ആദ്യം എണ്ണ ചൂടാക്കി അതിലോട്ട് കായം ഇട്ട് കൊടുക്കാം. ബാക്കി തുമരയും ഉഴുന്നും സാമ്പാർ പരിപ്പൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടിവക ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി. ഉലുവായിട്ടിട്ടാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഉലുവ ഇല്ലാത്തതുകൊണ്ട് ഉലുവാപ്പൊടിയായിട്ട് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി അതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. അതേ പാനിലോട്ട് തന്നെ ചുവന്നുള്ളി, വെണ്ടയ്ക്ക എന്നിവ വഴട്ടിയെടുക്കാം. നല്ലപോലെ വഴണ്ടി വരുമ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്കത് അതിനകത്തോട്ടിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. പുളി പിഴിഞ്ഞൊഴിക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലൊരു തിള വന്നതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ചുവന്നുള്ളി, വറ്റൽമുളകും കടുക് വറുത്തൊഴിച്ച് കൊടുക്കാം. മല്ലിയിലയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. സ്വാദിഷ്ടമായ സാമ്പാർ റെഡി. ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒരു തവണ വെക്കണേ. താങ്ക് യു.